CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ സുധാകരനോട് നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും നാളും ഇടതുപക്ഷത്ത് ആട്ടും തുപ്പും സഹിച്ചു തന്നെയാണ് തങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് ആർക്കായിരുന്നാലും മനസ്സിലാവും. കോൺഗ്രസ്സുകാരനായ കെ സുധാകരൻ പറഞ്ഞ ഓരോ വാക്കുകളും സ്പഷ്ടവും വ്യക്തവുമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം CPIയോട് കാണിക്കുന്ന അവജ്ഞത എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് CPIയിലെ ഓരോ നേതാവിനും നന്നായി അറിയാവുന്നതാണ്. മുൻപ് KE ഇസ്മായിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ചില നേതാക്കൾ മാത്രമാണ് നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിനും മറ്റുമായി വലിയ രീതിയിൽ ദുരുപയോഗിച്ചു എന്ന തരത്തിൽ നിരവധിയായ വാർത്തകൾ വന്നപ്പോൾ ഒരു കൂസലുമില്ലാതെ ഉളുപ്പില്ലാതെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മധ്യയിൽ വന്നു നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറയേണ്ടത് എന്നാണ് CPI ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വീണ വിജയനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന് മെനഞ്ഞ് ആലോചിക്കുകയാണ്, തലപുകഞ്ഞ് ആലോചിക്കുകയാണ് പിണറായി വിജയനും കുടുംബവും. അതിനുവേണ്ടി BJPയുമായി എന്ത് വഴിവിട്ട ഇടപാടിനും തയ്യാറായി നിൽക്കുന്നു. അതിന് CPIയെ കരുവാക്കുന്നു, CPIയെ തകർക്കാൻ ശ്രമിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരത്തും CPIയുടെ ശക്തി കേന്ദ്രങ്ങളായ മേഖലകളിൽ എല്ലാം CPIM തിരിഞ്ഞുകൊത്തുന്നു. ഇനിയും അപമാനം പേറി സഹിക്കേണ്ട കാര്യമില്ല. CPIയുടെ കരുത്തെന്താണെന്ന് അവർക്കറിയില്ല എന്ന് കോൺഗ്രസ് നേതാവായ MM ഹസനും കെ സുധാകരനും കൃത്യമായി പറയുമ്പോൾ ബിനോയ് വിശ്വം പറയാണ്, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. ദേശീയ തലത്തിൽ തന്നെ CPIക്ക് എല്ലാ രീതിയിലും പിന്തുണ ഇപ്പോഴും കൊടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. CPI നശിച്ചു കാണണമെന്ന വൈരാഗ്യ ബുദ്ധിയാണ് CPIMലെ പല നേതാക്കൾക്കുമെന്നും കണ്ണൂരിലെ നേതാക്കൾക്ക് പ്രത്യേകം വൈരാഗ്യ ബുദ്ധിയുണ്ട് എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് പല തവണയായി പല സന്ദർഭങ്ങളിൽ മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. പല വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ടുണ്ട്. MA ബേബി ഉൾപ്പെടെയുള്ള പല CPIMലെ പ്രമുഖർ CPIയെ എപ്പോഴും കുറ്റപ്പെടുത്താറുമുണ്ട്. കോൺഗ്രസിനോടൊപ്പം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും CPI നിന്നിട്ടുണ്ട് എന്നുള്ളതും CPIക്ക് ആദ്യമായി കേരളത്തിൽ മുഖ്യമന്ത്രി കിട്ടിയത് അത് UDFിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ആണ് എന്നുള്ളത് ഉൾപ്പെടെ കുത്തി പല രീതിയിലും പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കുത്തുവാക്കുകളും അപമാനവും പേറി CPIക്ക് ഇടതുമുന്നണിയിൽ കടിച്ചു തൂങ്ങേണ്ട ഒരു കാര്യവുമില്ല. CPIM ഇനി അലയാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്നും ഞങ്ങൾക്കറിയാം എന്ത് രീതിയിൽ നിലപാടെടുക്കണമെന്നും ബിനോയ് വിശ്വം ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെയെന്ന് ഞങ്ങൾക്ക് തിട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഒരു ഓഫർ നൽകുമ്പോൾ ഞങ്ങളത് നിരസിക്കാതിരിക്കുന്നത്. വരട്ടെ, ചർച്ചകൾ നടക്കട്ടെ, എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് CPIMൻ്റെ നെഞ്ചിൽ തീ കോരിയിടുന്നതിന് തുല്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ പിണറായി വിജയൻ CPIMൻ്റെ അന്തകൻ എന്ന് ഓരോ സഖാക്കളും എടുത്തു പറയുന്ന നിമിഷമായിരിക്കുമെന്നും CPI വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു.